ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഈവനിങ് ഒരു ഹെൽത്തി ചായ ഉണ്ടാക്കിയാലോ നമുക്ക്. കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ആകെ ഉണങ്ങാണ്ടിരിക്കുകയാണ്, അതാട്ടോ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ മതി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? കർക്കിടകമല്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ചു. നമുക്ക് ട്രൈ ചെയ്യാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ പറിക്കുന്നതാണ് പനിനീർക്കൂർക്ക. ഇത് കുട്ടികൾക്കുണ്ടല്ലോ ജലദോഷം മാറാനും പനി മാറാനൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കഫക്കെട്ട് മാറാൻ ഇതിലും നല്ലൊരു മരുന്നില്ലെന്നാട്ടോ പറയുന്നത്. ഇത് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം. അടുത്തത് നമ്മുടെ വീട്ടുമുറ്റത്ത് രാജാവാണ്, വേറെ ആരുമല്ല, തുളസിയിലാണ്. ഇത് നമ്മുടെ തൊണ്ടയിലെ ചൊറിച്ചിൽ മാറാനും അണുബാധ മാറാനൊക്കെ ബെസ്റ്റാണ്. ഈ കർക്കിടക മാസത്തിൽ തുളസിയിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ പറിക്കുന്നത് പേരയിലാണ്. കണ്ടിട്ടൊന്നും തോന്നണ്ട, നമ്മുടെ വീട്ടിൽ പേരയില്ല. ഇത് അബദ്ധത്തിൽ എന്തോ മുളച്ച് വന്നതാണ്. ഈ പേരയിലെന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ്. പെട്ടെന്ന് തൊണ്ടവേദന മാറാനും പ്രതിരോധശേഷി കൂട്ടാനും ബെസ്റ്റാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം പൊങ്ങിയിട്ടില്ല, എന്നാലും നമുക്ക് ഇതിൽ നിന്ന് 2 എണ്ണം പറിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ പറിച്ച പേരയിലയും പനിനീർക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ തുളസിയിലയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കഴുകി വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് ഇടുവേ. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് മതി. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ഏലക്കയും ഞാൻ ചതച്ചിടുന്നുണ്ട് കേട്ടോ. വെള്ളം ചൂടായി വന്നപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് ഈ ചതച്ച ഇഞ്ചിയും ഈ ഏലക്കയും കൂടിയാണ്. ഇലകളൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് തേയിലപ്പൊടി ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് തേയിലപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് ഞാൻ ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇതൊന്ന് മൂടി വയ്ക്കും, നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി. കാരണം ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങണമല്ലോ. നമ്മുടെ സ്പെഷ്യൽ ഹെൽത്തി ചായ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാവേ. ഓഫ് ചെയ്തിട്ട് ഇതൊരു 2-3 സെക്കൻഡ് മൂടി വയ്ക്കാം. കാരണം ഇതിൻ്റെ മട്ടൊക്കെ ഒന്ന് ഇറങ്ങണം, അതുപോലെ തന്നെ ഇതിൻ്റെ സത്തൊക്കെ അതിലൊക്കെ ഒന്ന് പിടിക്കണം. എന്നിട്ട് നമുക്കിത് കുടിക്കാവേ. ഇതാണ് നമ്മുടെ ഹെൽത്തി ചായ. ഞാൻ വലിയ കടുപ്പമൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് ചായപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ല ചൂടുണ്ട്, എനിക്ക് നല്ല ചൂട് വേണം ചായക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. കൊള്ളാട്ടോ. ആ ഇഞ്ചിയുടെയും ഏലക്ക തുളസി അതിൻ്റെയൊക്കെ ഫ്ലേവർ വരുന്നുണ്ട്. കൊള്ളാട്ടോ. ഇത് കർക്കിടകം ആയതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. അപ്പോൾ കർക്കിടകം തീരുന്ന വരെ ഇതുപോലത്തെ ചെറിയ ചെറിയ കർക്കിടകത്തിൻ്റെ സ്പെഷ്യൽ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ കാണാം.